ഈ ചിരിപ്പിച്ചു കൊല്ലും തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും. വെള്ളാപ്പള്ളി നടേശന് പ്രായത്തിൻ്റെതായ വകതിരിവുണ്ട്. ഈ ചെറുക്കന് അതുമില്ല. ഈ ചെറുക്കന് പ്രായത്തിൻ്റെതായ വകതിരിവും ഇല്ല, പ്രായത്തിൻ്റെതായ തോന്നിയാസവും ഇല്ല, പ്രായത്തിൻ്റെതായ പക്വതയ്ക്ക് അപ്പുറം ഒന്നുമില്ല. ചെറുക്കൻ മത്സരിക്കുന്നത് കോട്ടയത്ത്. കോട്ടയത്ത് ഇപ്പൊ ജയിച്ചു വരും. ഇല്ല, നല്ല ലോക്സഭാ മണ്ഡലം ചെറുക്കന് BJP കൊടുത്തത്. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു നമ്മുടെ നടേശൻ സാർ. നടേശൻ സാർ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ നടേശൻ സാർ BJPയുമായുള്ള ബന്ധമൊക്കെ വേർപിരിഞ്ഞു. കാരണം BJP എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലിൽ കൂടുന്ന കണക്ക് ഊഞ്ഞാല ഊഞ്ഞാല ഇങ്ങനെ ഊഞ്ഞിക്കൊണ്ട് നടക്കും. അതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ചെറുക്കനെ പിടിച്ച് കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി. കോട്ടയം LDFന്റെയും UDFന്റെയും തട്ടകമാണ്. ഈ ചെറുക്കനെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തുമില്ല. ചെറുക്കൻ അവിടെ ഇവിടെയും നടന്ന് പ്രകടനം നടത്തും. കുറച്ച് അനുയായികൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. കുറച്ച് പോസ്റ്ററുകളൊക്കെ പതിപ്പിക്കും. പോസ്റ്ററുകൾ കുറച്ചൊന്നുമല്ല, ചിലപ്പോൾ കൂടുതൽ പതിപ്പിക്കും. അങ്ങനെയൊക്കെ പതിപ്പിച്ച് ചെറുക്കൻ അങ്ങനെ നിൽക്കും. പക്ഷേ എത്തി നിൽക്കുന്നത് ഈ വെള്ളാപ്പള്ളിയിൽ നിന്ന് എത്തി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാച്ചു. അതാണ് അതിൻ്റെ ഒരു പ്രധാന പോയിന്റ്. രാമജന്മ ക്ഷേത്രം പഠിച്ചു, പൗരത്വ ഭേദഗതി ബിൽ പാസാക്കി. അവിടെ നിന്നും അതിനൊന്നും പ്രതികരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവർക്ക് പൈസ ഒരുപാട് കിട്ടുന്നുണ്ട്. അവരതിനൊക്കെ വളരെ എന്താ പറയുക, വളരെ മൈൽഡായ വളരെ മൈൽഡായ ചിന്താഗതി കാത്തു സൂക്ഷിക്കും. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് നിൽക്കും, തോൽക്കും. തോറ്റില്ലെങ്കിൽ ഞങ്ങൾ കേരള രാഷ്ട്രീയം നിർത്തും. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല സ്ഥാനാർത്ഥികളും തോക്കും. തോറ്റില്ലെങ്കിൽ കേരള രാഷ്ട്രീയം നിർത്തും. അത് ഞങ്ങൾ പറഞ്ഞു. ഇത് ചെറുക്കനെ പിടിച്ച് അവിടെ പിടിച്ച് ഈ കോട്ടയത്ത് കൊണ്ട് ഈ ചെറുക്കനെ പിടിച്ച് നിർത്തിയിട്ട് എന്ത് നേടാനാണ് നിങ്ങൾക്ക്? എന്ത് നേടാനാണ് വെള്ളാപ്പള്ളി? നിങ്ങൾ ഒരു തവണ പോയി പിണറായി വിജയന്റെ ഡിന്നറിൽ പങ്കെടുത്തു, അപ്പുറത്ത് പോയി കോൺഗ്രസിന്റെ ഡിന്നറിൽ പങ്കെടുത്തു, അതിനും അപ്പുറം പോയി മുസ്ലിങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന BJPയുടെ ഡിന്നറിലും നിങ്ങൾ പങ്കെടുക്കും. 3 ഡിന്നറിലും പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള രുചി, ആ ഡിന്നറിന്റെ രുചി നിങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യും. നിങ്ങളൊരു രക്തദാഹിയാണല്ലോ. ഇപ്പൊ നിങ്ങളെ ചെറുക്കനെ കിട്ടിയിരിക്കുന്നവരോ ഗതികേട് ആലോചിച്ചു. കോട്ടയത്ത് അവന് എന്താ പറയുക, അവനൊന്നും ചെയ്യാൻ പറ്റില്ല. കോട്ടയം കളി വേറെ, കോട്ടയത്തെ കളി വേറെ. കോട്ടയത്തെ കളികൾക്ക് ഒരുപാട് അന്തരാർത്ഥങ്ങളുണ്ട്. കോട്ടയത്തെ കളികൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചെറുക്കനൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറുക്കന് വേണ്ടി നിങ്ങൾക്ക് ഇറങ്ങാനും പറ്റില്ല. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നിങ്ങളുടെ മകൻ നിങ്ങളിൽ നിന്ന് കൈവിട്ടു പോയത്. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കുന്നത്. അതൊക്കെയാണ് വെള്ളാപ്പള്ളി ഈ യുദ്ധത്തിന്റെ ആത്യന്തികമായ പര്യവസാനം.